ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ ഈ കാണുന്നത് പോലെ തന്നെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളിൽ അതൊരു ഡിഗ്രി ലെവൽ എക്സാം ആയാലും 10th ലെവൽ എക്സാം ആയാലും ഇനി 12th ലെവൽ എക്സാം ആയാലും ഏത് പരീക്ഷകളായാലും മലയാള സിനിമ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ നിറ സാന്നിധ്യമാണ് അല്ലേ. പല പരീക്ഷകളിലായിട്ട് പല രീതിയിൽ നമ്മുടെ PSC, നമ്മുടെ സൈക്കോ PSC പലതരം ചോദ്യങ്ങൾ മലയാള സിനിമയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മലയാള സിനിമയെ പറ്റി കുറച്ച് പഠിക്കാം. മലയാള സിനിമ വഴി നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡുകൾ പഠിക്കണം. ഈയിടെ കഴിഞ്ഞ IFFK നമുക്ക് വേണമല്ലേ. IFFK വഴി നമുക്ക് ദേശീയ ചലച്ചിത്ര അവാർഡിലേക്ക് കയറി നമുക്ക് സിനിമാ ലോകം കംപ്ലീറ്റ് അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിന് വേണ്ടി വളരെ ക്യൂരിയോസിറ്റിയോടെ കാത്തിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ അറിവുകൾ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മലയാള സിനിമയെ പറ്റി നമുക്ക് എന്തെല്ലാം പഠിക്കാം? ആദ്യം ചില PYQs നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഒന്നാമത്തെ ചോദ്യം 32/2025 വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ആര്? അപ്പൊ ചിലർക്കെങ്കിലും മലയാള സിനിമയുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അത് പഠിക്കണം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ഡൗട്ടാണ്, എന്തിനിത് പഠിക്കണം? വളരെ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ സംസ്ഥാന ദേശീയ അവാർഡുകളോ അല്ലെങ്കിൽ IFFKയോ അതുപോലെ നമുക്ക് സിനിമയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഗ്രാമി അവാർഡ്, Emmy അവാർഡ്സ്, അങ്ങനെ ഒരുപാട് ഓസ്കാർ, ഒരുപാട് അവാർഡ്സ് ഉണ്ട്. നമുക്ക് അതൊക്കെ പോരെ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഈ ചോദ്യം. വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ 2025 നടന്ന പരീക്ഷ മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള നടൻ നമ്മുടെ PSC സൈക്കോ ആണെന്ന് പറഞ്ഞില്ലേ. ഇനി വരുന്ന കുറച്ച് PYQs കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിന്റെ ഉത്തരം അറിയാവുന്നവരുണ്ടാകും, അറിയാത്തവരും ഉണ്ടാകും. അറിഞ്ഞുകൂടാത്തവർക്കും ഈ ഒരു PYQ നമ്മൾ രണ്ടെണ്ണം കാണുമ്പോൾ തന്നെ അതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഒന്നാമത് നോക്കിക്കേ. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. ഇവിടെ ഷാജി N കരുണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ റീസെന്റ് ആയിട്ട് അന്തരിച്ച വ്യക്തിയാണ് ഷാജി N കരുൺ. അപ്പൊ ഇത്തരത്തിൽ ചില ചരിത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെ കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുക. നമ്മൾ MS സ്വാമിനാഥനെ പറ്റി പഠിക്കുന്നു, അടുത്തിടെ അന്തരിച്ചു നമ്മുടെ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു, അദ്ദേഹത്തെ പറ്റി പഠിക്കുന്നു, അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ നമ്മൾ നോക്കുന്നു, അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മൾ പഠിക്കുന്നു. കാരണം എന്താണ്, വളരെ റീസെന്റ് ആയിട്ട് അവർ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു അല്ലെ. MD വാസുദേവൻ നായർ. അങ്ങനെ നമുക്ക് വന്ന ചോദ്യമാണ് ഏത്? ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയെടുത്ത സിനിമയാണ് പിറവി. മൂന്നാമത്തേത് G അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ A 2 മാത്രം ശരി, B 1 2 ശരി, C 2 3 ശരി, D 3 മാത്രം ശരി. ഇതിന്റെ ഉത്തരം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയത് ഇത് 32/2025 ചോദ്യമാണ്. അടുത്ത ചോദ്യം 56/2025 ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ചോദിച്ച ചോദ്യമാണ് ഈ കാണുന്നത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് PJ ആന്റണിയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ദേശീയ അവാർഡിന്റെ ക്ലാസ്സിലെ പഠിക്കുള്ളൂ. നമുക്ക് സിനിമയുമായി ബന്ധപ്പെടുത്തി PSC ഏതൊക്കെ തലത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും എന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ. നോക്കിയേ, PJ ആന്റണിക്ക് ദേശീയ പുരസ്കാരം ആദ്യമായി, നമ്മൾ ആദ്യം കണ്ട ചോദ്യം എന്താണ്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ച മലയാളി നടൻ അല്ലെ. മലയാളി നടൻ ആരെന്നാ ചോദിച്ചത്? ആ ഉത്തരം തന്നിട്ട് സിനിമയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പിറവി, പൊന്തന്മാട, നിർമാല്യം, നെയ്ത്തുകാരൻ. 4 ഓപ്ഷനും നമ്മൾ കണ്ടു. ഇതിന്റെയൊക്കെ ഉത്തരം നമ്മൾ ഈ സിനിമ കംപ്ലീറ്റ് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം നോക്കിക്കേ. 83/2025 2025 ചോദിക്കുന്നു. 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ഏത്? 2025 ചോദ്യത്തിൽ 2010 ദേശീയ അവാർഡ് ചോദിക്കാൻ വട്ടുണ്ടോ PSC എന്ന് നിങ്ങൾ ആരും ചോദിക്കരുത്. എന്തുകൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? വിരലിൽ എണ്ണാവുന്ന മലയാളം സിനിമാ നടന്മാർക്ക് മാത്രമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത്. അത് ആദ്യം ലഭിച്ച ആളായാലും 2000 ലഭിച്ച ആളായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത്
ആദ്യം ലഭിച്ചയാളായാലും 2000-ൽ ലഭിച്ചയാളായാലും 2024-ൽ ലഭിച്ച വ്യക്തി അല്ലെങ്കിൽ 25-ൽ ലഭിച്ച വ്യക്തി 26-ൽ ലഭിച്ച വ്യക്തിക്ക് നൽകുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ പഠിക്കണം എന്ന് നമ്മളോട് പറയുകയാണ് ഈ ചോദ്യം. 2010-ൽ സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അച്ഛനുറങ്ങാത്ത വീട്, കറുത്ത ജൂതൻ, ആദാമിന്റെ മകൻ അബു. നമുക്ക് വ്യക്തമായിട്ടും ഇതിന്റെ ഉത്തരം അറിയാം. ഉത്തരം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കഴിയുമ്പോൾ നമ്മൾ കുറച്ചധികം PYQs നമ്മൾ കാണും. അതിലൂടെ അതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും ചെറുപറയുന്ന ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ, ഈ ക്ലാസ് അല്ല മലയാള സിനിമ കംപ്ലീറ്റ് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ആവുന്നതാണ്. മലയാള സിനിമയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും വീണ്ടും സഹകാരിയിലേക്ക് സ്വാഗതം. മലയാള സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് മലയാള സിനിമ പഠിക്കാൻ സെറ്റ് ആയിട്ടിരിക്കുവാണ്. മലയാള സിനിമ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മലയാള സിനിമയുടെ പിതാവ് നമ്മുടെ സ്വന്തം JC ഡാനിയേൽ. ഇത് അറിഞ്ഞൂടാത്തതായിട്ട് ആരുമില്ല. JC ഡാനിയേലാണ് മലയാള സിനിമയുടെ പിതാവ്. കാരണം മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര്? നമ്മുടെ JC ഡാനിയേൽ. എന്താണ്? നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിട്ടുള്ള വിഗതകുമാരൻ സംവിധാനം ചെയ്ത വ്യക്തിയാണ് JC ഡാനിയേൽ. 1928-ൽ ക്യാപിറ്റോൾ തിയേറ്റർ, തിരുവനന്തപുരം ജില്ലയിലെ ക്യാപിറ്റോൾ തിയേറ്ററിലാണ് നമ്മുടെ വിഗതകുമാരൻ പ്രദർശനം ചെയ്തത്. വർഷം വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക, 1928. പല പരീക്ഷകളിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഏത് എന്ന് ചോദിച്ചിട്ട് വിഗതകുമാരൻ ഓപ്ഷനിൽ വരുന്നുണ്ട്. നിശബ്ദ ചിത്രം ചോദിച്ചിട്ട് വിഗതകുമാരൻ ഓപ്ഷനിൽ വരുന്നുണ്ട്. സെറ്റാക്കി പഠിച്ചു വെക്കുക. മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് വിഗതകുമാരൻ. വിഗതകുമാരൻ അല്ലെ, വിഗതകുമാരൻ. അപ്പോ വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ ചിത്രം. JC ഡാനിയേൽ സംവിധാനം, 1928-ൽ പുറത്തിറങ്ങി, ക്യാപിറ്റോൾ തിയേറ്റർ, തിരുവനന്തപുരം. വിഗതകുമാരൻ സിനിമയുടെ നിർമ്മാണം നടന്ന സ്റ്റുഡിയോ ചോദിച്ചാൽ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിലാണ്. എവിടെയാണ്? ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിലാണ് നമ്മുടെ വിഗതകുമാരൻ സിനിമയുടെ നിർമ്മാണം, അതിന്റെ ചിത്രീകരണങ്ങളൊക്കെ നടന്നത്. അപ്പൊ ആ ഒരു സ്റ്റുഡിയോ, നമ്മുടെ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ, മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല അല്ലെ, ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സംവിധായകൻ ആ ഒരു സ്റ്റുഡിയോ കൂടി സ്ഥാപിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ ഒരു സിനിമ ചിത്രീകരിച്ചത്. നമ്മുടെ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന താൽക്കാലിക സ്റ്റുഡിയോ സ്ഥാപിച്ച വ്യക്തിയും ആര് തന്നെയാണ്? JC ഡാനിയേൽ തന്നെയാണ്. രണ്ടാമത്തെ ചിത്രം നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ചിത്രം നമ്മൾ പഠിച്ചു, വിഗതകുമാരൻ. രണ്ടാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ, 1933-ൽ പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ. അപ്പൊ നമ്മുടെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയത് ചിലി സംവിധായകനായിട്ടുള്ള പാബ്ലോ ലാറോയാണ്. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ച വ്യക്തി. അപ്പൊ നമുക്ക് ഇത് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 30ാമത് IFFK ആണ്. അപ്പൊ 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ഒരാള് എന്ത് ചെയ്തു? സ്പിരിറ്റ് അടിച്ചു. അപ്പൊ സ്പിരിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോവും. ബോധം പോയിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ആ ആള് അയാളുടെ വൈഫിനെ അങ്ങ് കൊല്ലും. ആരാണ്? കെല്ലി ഫൈഫ് മാർഷൽ. ആരാണ്? കെല്ലി ഫൈഫ് മാർഷൽ. അപ്പൊ 30ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഒരു വ്യക്തി സ്പിരിറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തു? അവരുടെ വൈഫിനെ കൊന്നു കളഞ്ഞു, കിൽ ചെയ്തു. കെല്ലി ഫൈഫ് മാർഷൽ. ആരും അങ്ങനെ ചെയ്യരുത്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെയാണ് ഇപ്പോഴും പറയുന്നത്. ഇതിൽ എന്ത് പറഞ്ഞാലും പഠിക്കാനായിട്ടാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. വേറൊരു രീതിയിലും ഒന്നിനെയും വ്യാഖ്യാനിക്കരുത്. അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? കെല്ലി ഫൈഫ് മാർഷൽ ആണ്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉദ്ഘാടന ചിത്രം പലസ്തീൻ 36 ആണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. 98ാമത് ഓസ്കാറിൽ പാലസ്തീന്റെ ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള ചിത്രമാണ് ഈ പലസ്തീൻ 36 എന്ന് പറയുന്നത്. ഇത് സംവിധാനം ചെയ്തത് നമ്മുടെ ആൻ മേരി ജാസിർ ആണ്. നമ്മുടെ ആൻ മേരി കലിപ്പിലാണ് എന്ന ചിത്രം ഓർക്കുക. ആൻ മേരി ജാസിർ കലിപ്പിലാണ്. കാരണം 1936-39 കാലഘട്ടത്തിൽ പാലസ്തീനിൽ നടന്ന അറബ് യുദ്ധത്തെ സംബന്ധിച്ച ആ ഒരു ചരിത്ര സിനിമയാണ് എന്തെന്ന് പറയുന്നത്
പലസ്തീൻ 36 എന്ന് പറയുന്നത്. അപ്പൊ സംവിധാനം ചെയ്തത് ആൻ മേരി ജാസിർ ആണ്. പഠിച്ചു വെക്കുക. 1936 പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് പഠിക്കുക ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അപ്പോൾ ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നമ്മൾ 29ാമത്തേത് പറഞ്ഞു. ആൻ ഹുയി, ഹോങ്കോങ് സംവിധായിക. അപ്പൊ നമുക്കൊരു ആനയുണ്ട്. ആ ആനയെ കൊണ്ട് ഒരു ഹോയ് വിടിയിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത ലക്ഷ്യമായിരുന്നു. അങ്ങനെ അത് നടന്നു. ഇവിടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ AR റഹ്മാൻ ഇല്ലേ, AR റഹ്മാന്റെ ഒക്കെ പാട്ട് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോടെ? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. AR റഹ്മാന്റെ ഒക്കെ പാട്ടുകൾ കേൾക്കാത്തതായിട്ട് ആരുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. 30ാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അബ്ദുൾ റഹ്മാൻ സിസാക്കോ. ആരാണ്? അബ്ദുൾ റഹ്മാൻ സിസാക്കോ. പഠിച്ചു വെക്കുക, അബ്ദുൾ റഹ്മാൻ സിസാക്കോ. അടുത്ത നോക്കിക്കേ, ആഫ്രിക്കയിലെ മൗറിത്താനിയൻ സംവിധായകനാണ് നമ്മുടെ സിസാക്കോ. അദ്ദേഹം ഈ പുരസ്കാരം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ അബ്ദുൾ റഹ്മാൻ സിസാക്കോയ്ക്ക് ലഭിച്ച ആ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹം സമർപ്പിച്ചത് ആർക്കാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനാണ്. മൗറിത്താനിയൻ സംവിധായകനാണ് ആര്? അബ്ദുൾ റഹ്മാൻ സിസാക്കോ. അപ്പൊ അദ്ദേഹത്തിന്റെ ടിം ബുക് തുക്ഷ, ഇപ്പൊ ഇത് പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. എന്താണ്? ടിം ബുക് തുക്ഷ, ടിം ബുക് തുക്ഷ, അതുപോലെ ബ്ലാക്ക് ടീ തുടങ്ങി 5 ചിത്രങ്ങൾ പ്രത്യേക പാക്കേജിൽ നമ്മുടെ IFFK അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടിം ബുക് തുക്ഷയൊക്കെ എന്ത് ചെയ്തു? ബാൻ ചെയ്തിരുന്നു. എന്ത് ചെയ്യരുത്? പ്രദർശിപ്പിക്കരുത് എന്ന രീതിയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? ടിം ബുക് തുക്ഷ, അതുപോലെ തന്നെ ബ്ലാക്ക് ടീ, ഇതിന്റെയൊക്കെ സംവിധായകനാണ് ആര്? അബ്ദുൾ റഹ്മാൻ സിസാക്കോ. ഈജിപ്ഷ്യൻ ചലച്ചിത്രകാരൻ യൂസഫ് ഷറീഫിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങളായ കെയ്റോ സ്റ്റേഷൻ, ഏതാണ്? കെയ്റോ സ്റ്റേഷൻ, അതുപോലെ അലക്സാൻഡ്രിയ എഗൈൻ ആൻഡ് ഫോർ എവർ, കെയ്റോ സ്റ്റേഷൻ, അലക്സാൻഡ്രിയ എഗൈൻ ആൻഡ് ഫോർ എവർ എന്നിവ ഉൾപ്പെടുത്തി ഒരു റിട്രോസ്പെക്റ്റീവ് വിഭാഗവും നടത്തിയിട്ടുണ്ട് കേട്ടോ. ആരാണ്? ഈജിപ്ഷ്യൻ ചലച്ചിത്രകാരനായിട്ടുള്ള യൂസഫ് ഷഹീറിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 JC ഡാനിയൽ പുരസ്കാരം നമ്മുടെ ശാരദയ്ക്ക് ലഭിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ IFFKയിൽ ഒരു റിട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ ഏത് മലയാള സിനിമാ നടിയുടേതാണെന്ന് ചോദിച്ചാൽ അത് ശാരദയുടേതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ സിനിമകളും ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ പോലെ നടത്തുന്നതാണ് ഈ ഒരു റിട്രോസ്പെക്റ്റീവ് വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ യൂസഫ് ഷഹീർ, ആരാണ്? യൂസഫ് ഷഹീർ, നമ്മുടെ ഈജിപ്ഷ്യൻ ചലച്ചിത്രകാരനാണ് യൂസഫ് ഷഹീർ. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകളായ കെയ്റോ സ്റ്റേഷനും അലക്സാൻഡ്രിയ എഗൈൻ ആൻഡ് ഫോർ എവർ എന്നിവയൊക്കെ ഉൾപ്പെടുത്തി റിട്രോസ്പെക്റ്റീവ് വിഭാഗവും ഉണ്ടായിരുന്നു. ആകെ 57 സിനിമകളാണ് ലോക സിനിമാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ സ്പെഷ്യൽ സ്ക്രീനിംഗ് വിഭാഗത്തിൽ പൾസ് ഫിക്ഷൻ എന്ന സിനിമ അവതരിപ്പിച്ചു. ഏതാണ്? പൾസ് ഫിക്ഷൻ. സംവിധാനം ചെയ്തത് ക്വിന്റൻ ടാരന്റിനോയാണ്. ആരാണ്? ക്വിന്റൻ ടാരന്റിനോയാണ് പൾസ് ഫിക്ഷൻ എന്ന സിനിമ സ്പെഷ്യൽ സ്ക്രീനിംഗ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച പൾസ് ഫിക്ഷൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. പുനരുദ്ധരിച്ച പതിപ്പുകൾ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ, എന്താ പറയാ, നമ്മൾ കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തി ഒന്ന് അടിപൊളിയായിട്ട് പ്രദർശിപ്പിച്ച ചിത്രങ്ങളാണ് ബ്ലൈൻഡ് ചാൻസ്, നമ്മുടെ ക്രിസ്റ്റോഫ് കീസ്ലോവ്സ്കി സംവിധാനം ചെയ്ത ബ്ലൈൻഡ് ചാൻസ്, അതുപോലെ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ, നമുക്കറിയാവുന്ന സെർജി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്ത ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ, അതുപോലെ ദ ഗോൾഡ് റഷ് ചാർലി ചാപ്ലിൻ സംവിധാനം ചെയ്ത ഗോൾഡ് റഷ് എന്നീ ചിത്രങ്ങൾ പുനരുദ്ധരിപ്പിച്ച പതിപ്പുകളിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളാണ്. അപ്പൊ നമ്മുടെ ഏതാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിന്റെ പ്രത്യേകത? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിനങ്ങൾ എന്ന നോവൽ ആരാണ്? നോവലിനെ ആസ്പദമാക്കിയിട്ട് ആരെഴുതിയ? ജോൺ റീഡ് എഴുതിയ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണ് സെർജി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്ത ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവവുമായി
ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഹിസ്റ്ററിയും കറണ്ട് അഫയേഴ്സും കൂടി ഒന്ന് കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം നമുക്ക് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഏതാളുടെ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് സെർജി ഐൻസ്റ്റീൻ ആണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുത്തി ജോൺ റീഡ് എഴുതിയ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിനങ്ങൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണിത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം. അപ്പൊ മികച്ച സംവിധായകൻ ആരാണ്? കരീന പിയാസയും ലൂസിയ ബ്രസീലിസും. ചിത്രം ബിഫോർ ദ ബോഡി, അർജന്റീനൻ ചിത്രമായിട്ടുള്ള ബിഫോർ ദ ബോഡിക്കാണ് എന്ത് ലഭിച്ചത്? മികച്ച സംവിധായകനുള്ള രജത ചകോരം. അപ്പൊ ചിത്രത്തെക്കാൾ ഉപരി ആ സംവിധായകരെ പഠിച്ചു വെക്കുക. കരീന പിപ്പാസ, ലൂസിയ ബ്രസീലിസ്. കരീന പിപ്പാസ, ലൂസിയ ബ്രസീലിസ്. ചിത്രം ബിഫോർ ദ ബോഡി, അർജന്റീനൻ ചിത്രമാണ് കേട്ടോ. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി അവാർഡ്. അപ്പൊ രാജ്യാന്തര വിഭാഗത്തിൽ ഫിപ്രസി അവാർഡ് നേടിയ മലയാള ചിത്രമാണ് ഏത്? ഖിഡ്കി ഗാവ്. സഞ്ജു സംവിധാനം ചെയ്ത ഖിഡ്കി ഗാവ്. ഫിപ്രസി പുരസ്കാരം ഖിഡ്കി ഗാവ്. അതുപോലെ പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹമായ ചിത്രമാണ് തന്തപ്പേര്. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത തന്തപ്പേരിനായിരുന്നു പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത്. പ്രത്യേക ജൂറി അവാർഡിന് പുറമെ ഓഡിയൻസ് പൂൾ അവാർഡ് ലഭിച്ച ചിത്രം കൂടിയാണ് ഏത്? തന്തപ്പേര് എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ ആവളയാണ് തന്തപ്പേര് എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ക്ലിയർ അല്ലേടെ? മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? തനുശ്രീ ദാസിനും സൗമ്യാനന്ദ സാഹിക്കുമാണ്. KR മോഹനൻ അവാർഡാണ് കേട്ടോ. മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകർക്കുള്ള KR മോഹനൻ അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? അനുശ്രീ ദാസിനും സൗമ്യാനന്ദ സാഹിക്കുമാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരും കൂടെ ചേർന്ന് അവർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഏത്? ഷാഡോ ബോക്സ് എന്ന് പറയുന്നത്. ഏതാണ്? ഷാഡോ ബോക്സ്. അപ്പൊ ഈ ഇന്ത്യൻ ചിത്രത്തിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത്. ഏതാണ് ചിത്രം? ഏതാണ്? ഷാഡോ ബോക്സിന്റെ സംവിധായികയാണ് നമ്മുടെ അനുശ്രീ ദാസും സൗമ്യാനന്ദ സാഹിയും. മലയാള സിനിമയിലെ മികച്ച നവാഗത സംവിധായകനുള്ള ഫിപ്രസി അവാർഡ് ലഭിച്ചത് ഫാസിൽ റസാഖിനാണ്. ഫാസിൽ റസാഖിനെ നമുക്ക് ഓർമ്മയുണ്ട്. മികച്ച മലയാള സിനിമയ്ക്കുള്ള നവാഗത സംവിധായകനുള്ള ഫിപ്രസി അവാർഡ് ലഭിച്ചത് ഫാസിഖ് റസാഖാണ്. ചിത്രം മോഹം. നമ്മൾ 2023 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഫാസിൽ റസാഖിന്റെ ഏതായിരുന്നു? തടവ് എന്ന ചിത്രം സംവിധാനം ചെയ്തതിന് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതേ ഫാസിൽ റസാഖ് ചിത്രം ഏതാണ്? മോഹമാണ്. മോഹം മികച്ച മലയാള സിനിമയിലെ മികച്ച നവാഗത സംവിധായകൻ. ഇനി നമുക്ക് അറിയേണ്ടത് നെറ്റ്പാക് അവാർഡാണ്. നെറ്റ്പാക് പുരസ്കാരങ്ങളിൽ മികച്ച ഏഷ്യൻ സിനിമയായത് ജസീറ. തുർക്കി സിനിമയായിട്ടുള്ള ജസീറയാണ് മികച്ച ഏഷ്യൻ സിനിമയായി തിരഞ്ഞെടുത്തത്. തുർക്കി സിനിമയാണ് ജസീറ. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ചില ചിത്രങ്ങൾക്കൊക്കെ നിരോധനം പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. IFFK ഉദ്ഘാടന ചിത്രം പാലസ്തീൻ 36 ഉൾപ്പെടെ 19 ചിത്രങ്ങൾക്കാണ് ആദ്യം പ്രദർശന വിലക്ക് ഏർപ്പെടുത്തിയത്. ഇങ്ങനെ 19 ചിത്രങ്ങൾക്ക് പ്രദർശന വിലക്ക് ഏർപ്പെടുത്തിയത് നമ്മുടെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമായിരുന്നു. നമ്മുടെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. അങ്ങനെ വിലക്കിയ പ്രധാന സിനിമകൾ നമുക്കൊന്ന് നോക്കാം. 1 ബീഫ്, സ്പാനിഷ് ചിത്രമായിട്ടുള്ള ബീഫ്. 2 ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ, നമ്മുടെ സെർജി ഐൻസ്റ്റീന്റെ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. തിംബുക്തു ആരുടേതാണ്? നമ്മുടെ അബ്ദുൾ റഹ്മാൻ സിസാക്കോ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ച അബ്ദുൾ റഹ്മാൻ സിസാക്കോയുടെ തിംബുക്തു എന്നിവയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് 2025 30ാമത് IFFKയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ 2024 പഠിച്ചു, 25 പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മലയാള സിനിമ നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡുകൾ 2024 പ്രഖ്യാപിച്ച 23ലേതും 25 പ്രഖ്യാപിച്ച 24ലേതും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞ 2024ലെയും 25ലെയും IFFK ആണ്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഇതിന്റെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്